ഹേ ബേബ്സ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ സ്പ്രൈറ്റാണെന്നുണ്ടെങ്കിൽ കോച്ച് വിച്ച് ഫസ്റ്റിൻ്റെ അച്ഛനാണെന്നറിയുന്നവരായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ഒരു എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നാംകിങ് ഇവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ ഇതറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നതെന്ന്. അതല്ല, എനിക്കാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റിനെ പറ്റി അറിയണമെന്ന് പറയുമ്പോൾ നാംകിങ്ങും അവളുടെ ഫ്രണ്ട്സും ആണെന്നുണ്ടെങ്കിൽ ഒരുമാതിരി ഡൗട്ടോടുകൂടി തന്നെ ഇവനെ നോക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല, എനിക്ക് അവൻ്റെ മേലിൽ അങ്ങനെ ഫീലിങ്സ് ഒന്നുമില്ല, ഞങ്ങൾക്കിടയിൽ ടെൻഷനും കാര്യങ്ങളും ഉണ്ടാകാൻ വേണ്ടി പാടില്ല, അതുകൊണ്ടാണ് ചോദിച്ചതെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാംകിനാണെന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായി, അവനങ്ങനെ ടെൻഷനും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ ബാധിക്കും, അതല്ലേ നീ ഉദ്ദേശിച്ചതെന്നൊക്കെ പറയുമ്പോഴേ ഇവനാണെന്നുണ്ടെങ്കിൽ അതേ ഞാൻ ഉദ്ദേശിച്ചത്, പ്ലീസ് ഒന്ന് പറഞ്ഞു തരുമോ, ഞങ്ങൾക്ക് തമ്മിലിടയിൽ പ്രശ്നം എന്താണെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇവളാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതിനെപ്പറ്റി കറക്റ്റായിട്ടൊന്നും അറിയത്തില്ല, പക്ഷേ എപ്പോഴാണെന്നുണ്ടെങ്കിൽ അവൻ പറയുന്നത് നീയാണെന്നുണ്ടെങ്കിൽ വളരെയധികം അരോഗൻ്റ് ആണെന്നാണ്. അതേപോലെ തന്നെ അച്ഛൻ്റെ അടുത്തും പറയും, അച്ഛനാണെന്നുണ്ടെങ്കിൽ ഇത് കേൾക്കുമ്പോഴെപ്പോഴും അവനെ വഴക്ക് പറയാറുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സ്പ്രൈറ്റാണെന്നുണ്ടെങ്കിൽ അവൻ പറഞ്ഞത് ശരിയാണ്, ഞാൻ ശരിക്കും അരോഗൻ്റ് ആണെന്ന് പറയുന്നത്. ഇതേക്കുന്ന ഇവൾമാരാണെന്നുണ്ടെങ്കിൽ ആരോഗൻ്റ്, നിങ്ങൾ അരോഗൻ്റ് ഒന്നുമല്ല, ഞങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂളായിട്ടുള്ള പേഴ്സണാണ്, നിങ്ങൾ നോക്കി വളരെയധികം ബ്രില്യൻ്റ് ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഫസ്റ്റിന് ഏറ്റവും കൂടുതൽ ദേഷ്യമായിട്ടുള്ള കാര്യം എൻ്റെ അച്ഛനാണെന്നുണ്ടെങ്കിൽ എപ്പോഴും കെയർ ചെയ്യുന്നത് നിന്നെ മാത്രമാണ്, അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ ഒരുപാട് ഹേർട്ട് ആവുന്നുണ്ട്. അപ്പോൾ പിന്നെ അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറയുമ്പോഴേ ഇവനാണെന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ ഓക്കെ എനിക്ക് വേണ്ടി ഒരു ഫേവർ ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. അതിന് ഇവളാണെന്നുണ്ടെങ്കിൽ ഹെൽപ്പ് വേണമെന്നോ, എന്ത് ഹെൽപ്പാണ് വേണ്ടത്, നിങ്ങൾക്കൊരു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ എപ്പോഴും വില്ലിങ് ആയിരിക്കും എന്ന് പറയുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഫസ്റ്റിനിടയ്ക്കുള്ള വഴക്ക് തീരണം, അതിനെന്തെങ്കിലുമുള്ള വഴി പറഞ്ഞു തരാൻ വേണ്ടി പറയണേ. ഇവന്മാരെന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പക്ഷെ അതെന്താണെന്ന് നമ്മുടെ അടുത്ത് പറയുന്നില്ല. രാവിലെ ഫസ്റ്റും സ്പ്രൈറ്റും കൂടി ചേർന്ന് ജിമ്മ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ മിണ്ടാതെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അടങ്ങി നിൽക്കാതെ ഇവൻ്റെ അടുത്തേക്ക് വന്നിട്ട്, പ്ലീസ് നിനക്ക് എൻ്റെ അടുത്ത് ദേഷ്യമാണെന്ന് എനിക്കറിയാം, ആ ദേഷ്യം മാറാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ നിന്നിൻ്റെ കാര്യം നോക്കി പോകാൻ വേണ്ടി പറയാണ്. അതിന് ഇവനാണെന്നുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ നാംകിൻ പറഞ്ഞ സത്യമാണല്ലേ എന്ന് പറഞ്ഞിട്ട് ഇവൻ പിന്നെ അവൻ്റെ അടുത്തേക്ക് എന്നിട്ട്, എനിക്കറിയാം കോച്ച് വിച്ചൻ്റെ അടുത്ത് നന്നായിട്ട് പെരുമാറുന്നത് നിനക്ക് ഇഷ്ടമല്ല എന്നൊക്കെ, അതിന് ഇവനാണെന്നുണ്ടെങ്കിൽ നിനക്ക് എങ്ങനെ അറിയാമെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അതോ എൻ്റെ അടുത്ത് കോച്ച് സംസാരിക്കുമ്പോഴെല്ലാം നിൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയണേ. അതിന് ഇവനാണെന്നുണ്ടെങ്കിൽ അതൊന്നും നിന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് പറയണേ. ഇവനാണെന്നുണ്ടെങ്കിൽ തൊട്ട് ഫ്രണ്ടിലേക്ക് കയറി വന്നിട്ട് എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് എനിക്കറിയാം, പക്ഷേ നിന്നെ ഈ ദേഷ്യം മാറ്റാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ നീ നിൻ്റെ കാര്യം നോക്കി പോകാൻ വേണ്ടി പറയാണ്. പക്ഷേ ഇവനാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും വിടുന്നില്ല. പ്ലീസ് ഞാൻ പറയുന്ന കാര്യം കേൾക്ക്, നമുക്ക് ഇടയ്ക്ക് ഫ്രണ്ട്സ് ആണെന്ന് പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇല്ല പറ്റത്തില്ല, നീ നിൻ്റെ കാര്യം നോക്കി പോകാൻ വേണ്ടി പറയണേ. ഇവനാണെന്നുണ്ടെങ്കിൽ ഇല്ല പ്ലീസ് ഞാൻ നിൻ്റെ ഫ്രണ്ടായിട്ടിരിക്കുമെന്ന് പറയണേ. പക്ഷേ ഇവനാണെന്നുണ്ടെങ്കിൽ ഒരു തരത്തിലും സമ്മതിക്കുന്നില്ല. അന്നേരം നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവൻ്റെ തോളത്തേക്ക് ആയിട്ടിട്ട്, നീ ഒരുപാട് കാര്യമൊന്നും ചിന്തിക്കേണ്ട, ഇത്ര അധികം ഹാൻഡ്സ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിനെ കിട്ടുന്നത് നല്ല കാര്യമല്ലേ, അപ്പോൾ നിനക്ക് എന്നെ ഫ്രണ്ടായിട്ട് വെച്ചൂടെ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ്. അതേസമയം ഹോസ്പിറ്റലിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫുഡൊന്നും കഴിക്കുന്നില്ല, അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ വിഷമം വരുന്നുണ്ട്. ഞാൻ നിൻ്റെ അടുത്ത് എന്ത് തെറ്റാണ് ചെയ്തത്, നീ എന്തുകൊണ്ടാണ് ഫുഡൊന്നും കഴിക്കാത്തത്, ഇന്നത്തെ ദിവസം ഒന്നും നീ കഴിച്ചില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ സാൽമണാണെന്നുണ്ടെങ്കിൽ ആൻറ്റി ഇങ്ങോട്ടേക്ക് ഇതാ ഞാൻ സീക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇവളാണെന്നുണ്ടെങ്കിൽ ഫുഡ് കൊടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷേ ഇവനാണെന്നുണ്ടെങ്കിൽ അന്നേരം ഫുഡ് കഴിക്കുന്നില്ല. അന്നേരം ഇവളാണെന്നുണ്ടെങ്കിൽ ആൻറ്റി എന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന ഫുഡ് സൂപ്പറാണെന്ന് തോന്നുന്നു, നല്ല സ്മെല്ല് വരുന്നുണ്ടല്ലോ, നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ ഇത് കഴിക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കൊച്ചു പിള്ളേരുടെ വയലേക്കൊക്കെ വെക്കാൻ വേണ്ടി പോകത്തില്ലേ, അങ്ങനെ വെക്കാൻ വേണ്ടി പോകുന്നുണ്ട്. പക്ഷേ ഇവനാണെന്നുണ്ടെങ്കിൽ അമ്പിനും വില്ലിനും എടുക്കാത്ത പറ്റില്ല, അങ്ങനെ അങ്ങ് ഇരിക്കുകയാണ്. ഇത് കാണുന്ന സാൽമണ്, നിനക്ക് ഈ ഒരു ഫുഡ് വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ഫുഡ് ഉണ്ടാക്കി തരാമെന്ന് പറയുമ്പോഴേ നമ്മുടെ ചെയ്യാന്നുണ്ടെങ്കിൽ വേണ്ട എനിക്ക് വിശക്കുന്നില്ല എന്ന് പറയണേ. ഇതേക്കുന്നത് ഇവളാന്നുണ്ടെങ്കിൽ ആൻറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നീ ഇന്ന് രാവിലെ തൊട്ട് ഒന്നും കഴിക്കുന്നില്ല എന്ന്, ഫുഡ് കഴിച്ചേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ സാൽമോൺ എൻ്റെ അമ്മയടുത്ത് ഇവിടുന്ന് ഇറങ്ങി പോകാൻ വേണ്ടി പറയണേ. ഇത് കേട്ട പാടെ തന്നെ അമ്മയാണെന്നുണ്ടെങ്കിൽ വല്ലാണ്ടായിട്ട് അമ്മ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി പോകുന്നുണ്ട്. നീ എന്തിനാ ആൻറ്റി അടുത്ത് അങ്ങനെയൊക്കെ സംസാരിക്കാൻ പോയത്, ആൻറ്റി ആണെന്നുണ്ടെങ്കിൽ ആകെപ്പാട് അപ്സെറ്റ് ആയിട്ടിരിക്കുകയാണ്, നീ ഇപ്പോൾ ഈ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കൂ, നീ ഫുഡ് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് റിക്കവർ ആവാൻ പറ്റത്തില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിനക്ക് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനും പറ്റത്തില്ല. ഇതേക്കുന്ന നമ്മുടെ ചെയ്യാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഫുഡ് എടുത്ത് കഴിക്കുന്നുണ്ട്. സെയിൻറ്റ് എമിയുടെ കോച്ചാണെന്നുണ്ടെങ്കിൽ നാളെയാണ് നിങ്ങളെ മാച്ച് നടക്കാൻ വേണ്ടി പോകുന്നത്, സോ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം, സോ നിങ്ങളെല്ലാവരും നന്നായിട്ട് തന്നെ കളിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് കൈ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരുടെ കൈയുടെ പുറത്ത് കൈയൊക്കെ വെച്ചിട്ട് ഭയങ്കരമായിട്ട് ചിയർ ചെയ്യുന്നുണ്ട്, NSU തന്നെ ജയിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതേസമയം കരാട്ട പ്രാക്ടീസ് ചെയ്യുന്നിടത്ത് കോച്ചാണെന്നുണ്ടെങ്കിൽ നാളെയാണ് നിങ്ങൾ മാച്ച് നടക്കാൻ വേണ്ടി പോകുന്നതെന്നൊക്കെ പറഞ്ഞ് അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് സ്പ്രൈറ്റ് കയറി വരുന്നത്. സ്പ്രൈറ്റ് വന്ന പടം തന്നെ കോച്ചാണെന്നുണ്ടെങ്കിൽ നാളെയാണ് മാച്ച് നടക്കാൻ വേണ്ടി പോകുന്നത്, എന്നിട്ട് നീ ഇത്രയധികം ലേറ്റ് ആയിട്ടാണ് വന്നത്, നീയാണ് ലാസ്റ്റ് പെയർ, പെട്ടെന്ന് വെച്ച് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വാ, ഇപ്പോൾ തന്നെ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയണേ. ഇവനാണെന്നുണ്ടെങ്കിൽ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും തന്നാന്നുണ്ടെങ്കിൽ 2 സീനിയേഴ്സില്ലേ ഇവനായിട്ട് എപ്പോഴും വഴക്കുണ്ടാക്കുന്ന ആ സീനിയേഴ്സിനെ നോക്കിയിട്ട് പറയണേ, നീ അവരിന്ന് ശ്രദ്ധിച്ചോ, അവർ 2 കണ്ണ് നിന്റെ മേളിലാണെന്ന് പറയണേ. ഇവനാന്നുണ്ടെങ്കിൽ ഞാൻ നോക്കാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു പയ്യനില്ലേ ആ ഒരു സീനിയർ പയ്യനെ അവനും ഇവനുമായിട്ട് മത്സരം നടക്കുകയാണ്. ആദ്യം തന്നെ നമ്മുടെ സ്പ്രൈറ്റിനെ താഴത്തേക്ക് ഇടുന്നുണ്ട്, പക്ഷേ നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ എഴുന്നേറ്റിട്ട് പിന്നെ ഫൈറ്റ് ചെയ്തിട്ട് ഇവനെ അങ്ങ് പിടിച്ച് താഴത്തേക്ക് ഇടുവാന്ന്. പക്ഷേ ഇവനാണെന്നുണ്ടെങ്കിൽ അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ഇവനാണെന്നുണ്ടെങ്കിൽ സ്പ്രൈറ്റ് നീ എന്തോ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട്
ഇവൻ്റെ അടുത്ത് ഫൈറ്റിന് ചെല്ലുവാണ്. പെട്ടെന്ന് തന്നെ കോച്ചാന്നുണ്ടെങ്കിൽ എല്ലാവരെയും പിടിച്ചു മാറ്റിയിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത്? നാളെ മാച്ച് എന്നുള്ള കാര്യം അറിഞ്ഞൂടായോ? നിങ്ങൾ രണ്ടുപേരും ഞാൻ ഡിസ്ക്വാളിഫൈഡ് ആണോ? അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും കൂടി സോറി പറയുന്നുണ്ട്. ഓക്കെ, നാളത്തേക്ക് വേണ്ടി നല്ല രീതിയിൽ തന്നെ എല്ലാവരും പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയാണ്. അങ്ങനെ നൈറ്റ് ആവുകയാണ്. ഇവിടെ ഇവന്മാരെല്ലാം കൂടി ചേർന്നിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടേക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പ്രൈറ്റ് വരുന്നുണ്ട്. സ്പ്രൈറ്റിനെ കണ്ട പടത്തിന് നമ്മുടെ സാമാന്നുണ്ടെങ്കിൽ സ്പ്രൈറ്റ് ഞങ്ങളോട് വന്നിട്ട് ഗെയിം കളിക്കാൻ വേണ്ടി പറയുകയാണ്. ഇത് കേൾക്കും ഇവനാണെന്നുണ്ടെങ്കിൽ നിങ്ങളാണ് എന്നെ വിളിച്ചതെന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട പടത്തിന് നമ്മുടെ ടോമാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. അതിന് മൈക്കാന്നുണ്ടെങ്കിൽ ഞാനും പറഞ്ഞിട്ടില്ല എന്ന്. കോവാന്നുണ്ടെങ്കിൽ ഞാൻ ഒട്ടും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. ഇതേക്ക് നമ്മുടെ ജാക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്താ പറ്റിയത്? സി എന്ന് പറയുന്നത് എന്തായാലും നമ്മുടെ ടീമിലുള്ള ഒരാളല്ലേ, അപ്പോൾ പിന്നെ അവനും വരട്ടെ, നാളെ എന്തായാലും നമ്മുടെ മാച്ച് നടക്കാൻ വേണ്ടി പോകല്ലേ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഡെഡും പറയുന്നുണ്ട് ശരിയാ, അവനും എന്തായാലും നമ്മുടെ ഫ്രണ്ട്സ് അല്ലേ എന്നൊക്കെ പറയാണ്. അങ്ങനെ ഇവൻ്റെ അടുത്ത് വന്നിരിക്കാൻ വേണ്ടി പറയാണ്. ഇവൻ നേരെ പോയി ചെന്നിരിക്കും നമ്മുടെ ഫസ്റ്റിൻ്റെ അടുത്താണ്. അന്നേരം നമ്മുടെ സാമാന്നുണ്ടെങ്കിൽ കോച്ച് പറഞ്ഞ പോലെ നമ്മുടെ ടീമിലുള്ള എല്ലാവരുടെയും മനസ്സ് നമുക്ക് പരസ്പരം വായിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നാളത്തെ മത്സരത്തിൽ വിൻ ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെയല്ലേ ഫസ്റ്റ് എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നേരെ നോക്കുന്നത് നമ്മുടെ സ്പ്രൈറ്റിനെയാണ്. സ്പ്രൈറ്റിനെ നോക്കിയിട്ടാണെന്ന് പറയാണ്. അന്നേരം നമ്മുടെ ആക്കാന്നുണ്ടെങ്കിൽ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ നിങ്ങളുടെ എല്ലാവരും മേലിലും എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവനാണെന്നുണ്ടെങ്കിൽ കൈ വെക്കുന്നുണ്ട്. അവൻ്റെ കൈയുടെ പുറത്ത് ഓരോരുത്തരായിട്ട് വെക്കുകയാണ്. നമ്മുടെ സ്പ്രൈറ്റ് മാത്രം കൈ വെക്കാതിരിക്കുമ്പോൾ നമ്മുടെ ജാക്കാന്നുണ്ടെങ്കിൽ സ്പ്രൈറ്റ് നീയും വെക്കാൻ വേണ്ടി പറയാണ്. അങ്ങനെ വെച്ചിട്ട് NSC ടീം തന്നെ വിൻ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം മാച്ച് നടക്കാണ്. ഇവരുടെ ടീമാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ കളിക്കുന്നുണ്ട്. പക്ഷേ ഇടയ്ക്ക് വെച്ച് മറ്റേ ടീമും കയറി വരുന്നുണ്ട്. കളിയുടെ ഫൈനൽ ആകുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പന്ത് കെട്ടാൻ വേണ്ടി വരുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് നമ്മുടെ സ്പ്രൈറ്റും ഇടയ്ക്കൂടെ വന്ന് കയറുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സ്പ്രൈറ്റിനെ ഇടിച്ചിട്ട് നമ്മുടെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നേരെ താഴത്തേക്ക് വന്ന് വീഴുവാണ്. അവൻ്റെ കാലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഫ്രാക്ചർ ആവുന്നുണ്ട്. ഇവനാണെന്നുണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് ഓടി ചെല്ലാൻ വേണ്ടി പോവാണ്. പക്ഷേ ബാക്കിയുള്ളവന്മാരെന്നുണ്ടെങ്കിൽ അതിനൊന്നും സമ്മതിക്കുന്നില്ല. കാരണം ഈ ഒരു ഇൻസിഡന്റ് കാരണം അവരുടെ ടീമാണെന്നുണ്ടെങ്കിൽ തോറ്റുപോയി. അങ്ങനെ എല്ലാവരും കൂടി വാഷ്റൂമിൽ ഇരിക്കുകയാണ്. നമ്മുടെ ഫസ്റ്റിൻ്റെ കാലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഇഞ്ചേർഡ് ആയിട്ടുണ്ട്. അവിടേക്കാണെന്നുണ്ടെങ്കിൽ സി വന്നിട്ട് കൈ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ മൈക്കാന്നുണ്ടെങ്കിൽ സി ഇന്ന് നീ എന്തോ ചെയ്തെന്ന് നിനക്കറിയോ? നമ്മളിങ്ങനെ ഒരിക്കലും മാച്ചിൽ തോറ്റു പോയിട്ടില്ല, നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ എന്നൊക്കെ പറയുമ്പോൾ പോയാന്നുണ്ടെങ്കിൽ സി നിനക്കൊന്നും മര്യാദയ്ക്ക് കളിക്കാൻ പോലും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയാണ്. അന്നേരം ടോമാന്നുണ്ടെങ്കിൽ നീ ഇത്രയും നാൾ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ അനുസരിച്ച് എന്തുകൊണ്ടാണെന്നറിയോ? നീ നന്നായിട്ട് കളിക്കുന്ന കാരണം. പക്ഷേ നീ ഇപ്പോഴെന്തൊക്കെ കാണിച്ചു കൂട്ടിയത്? ഇതപ്പോൾ ഫസ്റ്റിൻ്റെ കാലമൊക്കെ നീ കാണാൻ അവൻ്റെ കാലം മുറിവുണ്ടായി, അത് മാത്രമല്ല നമ്മൾ തോക്കുകയും ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ സോറി പറയുന്നുണ്ട്. ഇവനിങ്ങനെ സോറി പറയുന്ന കേൾക്കുമ്പോൾ മൈക്കാന്നുണ്ടെങ്കിൽ സോറി പറയുമ്പോൾ എല്ലാം തീരുമെന്ന് ചോദിക്കുകയാണ്. അന്നേരം നമ്മുടെ ഡെഡാന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങളെല്ലാവരും സമാധാനമായിട്ടേക്ക് ഒന്ന് ശ്വാസം വിടാൻ പറയുകയാണ്. ഇതേക്കുന്ന ജാക്കാന്നുണ്ടെങ്കിൽ എല്ലാവരും പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമാണ്. അവളെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് കറക്റ്റായിട്ട് തന്നെയായിരുന്നു. പക്ഷേ നീയാ സ്കോർ ചെയ്യാതിരുന്നത്, നിനക്കാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ ഫോക്കസ് ഇല്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ സാമാന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ ആരും ഇങ്ങനെ ഫൈറ്റ് ചെയ്യില്ലേ എന്ന് പറയണേ. ഇതേക്ക് നമ്മുടെ ടോമാന്നുണ്ടെങ്കിൽ സാം നിനക്കും അറിയുന്ന കാര്യമില്ലേ, അവനാന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഫോക്കസ് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ കളിയിൽ തോറ്റുപോയെന്ന്. ഇതേക്കുന്ന കോയാന്നുണ്ടെങ്കിൽ അവൻ വേണമെന്ന് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തത്, അവന് തെറ്റായിട്ടുള്ള എന്തോ ഉദ്ദേശം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ നീ എന്തോ മീൻ ചെയ്തെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ കോയാന്നുണ്ടെങ്കിൽ അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചത്, നീ കാരണമാണ് നമ്മുടെ ടീം തോറ്റുപോയത്. ഇപ്രാവശ്യം എനിക്കറിയണം കോച്ച് നിന്റെ ഭാഗത്ത് നിൽക്കുകയോ ഇല്ലേ എന്നൊക്കെ. അതിന് ഇവനാന്നുണ്ടെങ്കിൽ ശരിയാ, ഫസ്റ്റിന് മുറിവ് പറ്റിയത് ഞാൻ കാരണം തന്നെയാണ്, അതേപോലെ തന്നെ എനിക്ക് സ്കോർ ചെയ്യാനും പറ്റിയില്ല എന്ന് കരുതിയിട്ട് ഒരു ടീം ഫുള്ളായിട്ട് തോറ്റുപോയി എൻ്റെ തലയിൽ ഇടുവാണെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ജാക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ ടീം തോറ്റുപോയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ നീ തന്നെയാണ്, നീ ശരിക്കും ഫോക്കസ് ചെയ്യാത്തതുകൊണ്ടാണെന്നൊക്കെ പറയുമ്പോൾ ഇവൻ എന്തൊക്കെയോ പറയാൻ വേണ്ടി വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നീ ഈ ടീമിലുള്ളതാണ്, ടീമിൽ ഒരാൾ ഫോക്കസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അയാൾ മാത്രം തെറ്റായിരിക്കും എന്ന് പറയുന്നത്. ഇവനെയും കൂടി ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോൾ നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ വല്ലാണ്ട് അങ്ങ് ആവുന്നുണ്ട്. അവനാണെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും സോറി പറയുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞത് ശരിയാ, നമ്മുടെ ടീം തോറ്റുവാനുള്ള കാരണക്കാരൻ ഞാനാണ്, അതേപോലെ തന്നെ ഫസ്റ്റ് ഞാൻ ഹേർട്ട് ചെയ്യുകയും ചെയ്ത് എല്ലാത്തിനും സോറി എന്ന് പറഞ്ഞിട്ട് ഇവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. നമ്മുടെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരുമാതിരി ഇവനെ തന്നെ നോക്കുന്നുണ്ട്. അവനിപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത പോലെ. തോറ്റുപോയിലെ ഏറ്റവും കൂടുതൽ വിഷമമുള്ളത് നമ്മുടെ ജാക്കിനാണ്. അവനാണെന്നുണ്ടെങ്കിൽ ക്യാപ്റ്റൻ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. അവനിങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടേക്കാണെന്നുണ്ടെങ്കിൽ മൈക്ക് വരുന്നുണ്ട്. മൈക്ക് വന്ന പാടെ തന്നെ അവൻ്റെ ഇഷ്ടത്തിന് നീ ഒന്ന് റിലാക്സ് ആവെന്ന് പറഞ്ഞിട്ട് അവൻ കലാപരിപാടി ആരംഭിക്കുന്നുണ്ട്. ആദ്യം എന്നുണ്ടെങ്കിൽ നമ്മുടെ ജാക്കിനൊന്നും മനസ്സിലാകാത്തതുകൊണ്ട് തന്നെ അവൻ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നില്ല. പിന്നെ പതിയെ റെസ്പോണ്ട് ചെയ്ത് തുടങ്ങുവാണ്. എന്തായാലും ശരി തന്നെ ഗൈസ്, നമുക്ക് ഫസ്റ്റ് മെയിൻ ലീഡിൻ്റെ ഒന്നും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ. സെക്കൻഡ് ലീഡ്സ് ഒക്കെയാണ് പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതിനുശേഷം കാണിക്കുന്ന കരാട്ടെ വെച്ചാണ് കോച്ചാണെന്നുണ്ടെങ്കിൽ തൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്ത് സ്പ്രൈറ്റ് ഇതുവരെ വന്നില്ലല്ലോ എന്നൊക്കെ. ഇവനാണെന്നുണ്ടെങ്കിൽ ആകെപ്പാട് വിഷമിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും അവിടേക്കാണെന്നുണ്ടെങ്കിൽ സ്പ്രൈറ്റ് വരുന്നുണ്ട്. സ്പ്രൈറ്റിനെ കണ്ടപാടെ തന്നെ തന്നാന്നുണ്ടെങ്കിൽ നീ ഒരുപാട് ലേറ്റായി, അടുത്ത നീയാണെന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ മത്സരിക്കാൻ വേണ്ടി ഇറങ്ങി നിൽക്കുകയാണ്. പക്ഷേ നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ തോറ്റുവാണ്. അന്നേരം അവൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത് അവൻ ഫസ്റ്റിനെ പോയി ചെന്ന് ഇടിച്ചിട്ടതാണ്. അവനങ്ങനെ വിഷമിച്ച് ഒരിടത്തിരിക്കുമ്പോൾ അവിടേക്കാണെന്നുണ്ടെങ്കിൽ സാൽമൺ വരുന്നുണ്ട്. സാൽമൺ വന്ന പടത്തിന് നീ ഇവിടെ ഇരിക്കുമായിരുന്നോ, ഞാൻ എത്ര ടൈം നിന്നെ വിളിച്ചു, നീ എന്താ കോൾ എടുക്കാമായിരുന്നെന്ന് വന്ന് ചോദിക്കുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ അതോ എനിക്കാണെന്നുണ്ടെങ്കിൽ ഇന്ന് കരാട്ടെ മാച്ച് ഉണ്ടായിരുന്നു എന്ന് പറയണേ. ഓ അത് ഇന്നായിരുന്നോ, ഇന്നെന്നുണ്ടെങ്കിൽ വോളിബോൾ മാച്ച് ഉണ്ടായിരുന്നല്ലോ, അതിന് ശേഷമായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ ആണെന്ന് പറയണേ. അതൊക്കെ പോട്ടെ, നീ വിൻ ചെയ്തോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ ഇല്ല ഞാൻ തോറ്റുപോയി, സത്യം പറയുന്നുണ്ടെങ്കിൽ ഇതെല്ലാം എൻ്റെ തെറ്റാണെന്നൊക്കെ പറയുമ്പോൾ ഇവളാണെന്നുണ്ടെങ്കിൽ നിന്റെ തെറ്റൊന്നും ഇല്ലാന്ന് പറയണേ. അതേക്കുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ എനിക്ക് വോളിബോളിലും വിൻ ചെയ്യാൻ പറ്റിയില്ല, അതേപോലെ തന്നെ കരാട്ടെ മാച്ചിലും വിൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല, എൻ്റെ ടീമിനെ ഞാൻ നിരാശപ്പെടുത്തുകയും ചെയ്ത്, എനിക്ക് സിയെ പോലെ അത്ര നന്നായിട്ട് കളിക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറയണേ. അതേക്ക് നമ്മുടെ സാൽമണെന്നുണ്ടെങ്കിൽ നീ ശരിക്കും കുഴഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ ഞാൻ അകപ്പാട് കുഴഞ്ഞു പോയെന്ന് പറഞ്ഞിരിക്കുകയാണ്. സെയിം ടൈം ഇവിടെ നമ്മുടെ സാം ഇരിക്കുന്നിടത്ത് അവിടേക്കാണെന്നുണ്ടെങ്കിൽ തന്നെ വരുന്നുണ്ട് ഒരു ബോക്സുമായിട്ട്. ഇവനെ കണ്ടപാടെ തന്നെ സാം
സാമാന്നുണ്ടെങ്കിൽ നീ എങ്ങനെ ഇവിടേക്ക് വന്നതെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴേ ഇവനാന്നുണ്ടെങ്കിൽ ഞാൻ നടന്നു വന്ന് നീ കരുതിയോ ഞാൻ പറന്നു വന്നെന്ന്. ഇതേക്കുന്ന സാമാന്നുണ്ടെങ്കിൽ അതൊക്കെ പോട്ടെ, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുകയാണ്. അതിന് ഇവനാന്നുണ്ടെങ്കിൽ നിങ്ങൾ കളി തോറ്റ കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു, നിന്നെ ഒന്ന് ഇമോഷണലി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യ്, എന്തായാലും ഇനി ഒരുപാട് മാച്ച് ഉണ്ടല്ലോ, നിങ്ങളെ കൊണ്ട് പറ്റും, നീ എന്തായാലും റെസ്റ്റ് എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ ഇതായി കേക്കാണ് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവൻ അവിടുന്ന് പോവാണ്. അടുത്ത ദിവസം പ്രാക്ടീസ് നടക്കുവാണ്. നമ്മുടെ സ്പ്രൈറ്റ് നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ തീരെ വയ്യ, എല്ലാവരും പറയുന്നുണ്ട് പോയിച്ച് ഇരുന്നോളാൻ. ഇവനാണെന്നുണ്ടെങ്കിൽ വേണ്ട കുഴപ്പമില്ലാന്ന് പറഞ്ഞ് പിന്നെയും പിന്നെയും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് വെച്ചാണെന്നുണ്ടെങ്കിൽ ഇവന് നന്നായിട്ട് വേദന വന്നിട്ട് ഒരിടത്ത് പോയിരിക്കുകയാണ്. അവിടേക്കാണെന്നുണ്ടെങ്കിൽ സ്പ്രൈറ്റ് വന്നിട്ട് നിന്റെ കാലിന് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു ഫോർമാലിറ്റിക്ക് സംസാരിക്കുന്ന രീതിയിൽ ഇവൻ പിന്നെയും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് അങ്ങ് എഴുന്നേറ്റ് പോവാണ്. അങ്ങനെ ഇവനാണെന്നുണ്ടെങ്കിൽ ഒരിടത്ത് ഇരിക്കുന്ന ടൈമിൽ ഒരുപാട് മെസ്സേജ് വരുവാണ്. ഇവനാണെന്നുണ്ടെങ്കിൽ ഫോൺ എടുത്ത് നോക്കുമ്പോൾ അച്ഛൻ്റെ അടുത്ത് നിന്നാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. നിന്നെയാണെന്നുണ്ടെങ്കിൽ ജിമ്മിൽ വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു, നീ അവിടെയും കൊണ്ടായിരുന്നില്ല, നീ വീട്ടിലും വരത്തില്ല പ്രാക്ടീസിനും പോത്തില്ലേ, എന്തോ ഇവിടെ നടക്കുന്നത്, നീ ഒരു കാര്യം ചെയ്യ്, ഇന്ന് എന്തായാലും നീ വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചേക്കാണ്. ഇവനാണെന്നുണ്ടെങ്കിൽ ആകെപ്പാട് ഇങ്ങനെ വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അന്നേരം അവിടേക്കാണെന്നുണ്ടെങ്കിൽ സാൽമ വരുന്നുണ്ട്. എന്ത് പറ്റി സ്പ്രൈറ്റ്, നീ എന്തെങ്കിലും വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ അച്ഛനാണെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് തന്നെ വീട്ടിലേക്ക് ചെല്ലണമെന്ന് പറഞ്ഞുകൊണ്ട്. എനിക്കറിയത്തില്ല ഇത്ര നാളെ ഈ കള്ളം മറച്ചു വെക്കുമെന്നൊക്കെ. അതിന് ഇവളാന്നുണ്ടെങ്കിൽ ഇവനെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് പറ്റി, എൻ്റെ മുഖത്ത് വല്ലതും ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇവളാന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, നീ എന്തായാലും നിൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയി ചെന്ന് സത്യം പറയാൻ വേണ്ടി പറയണേ. ഇതേക്കുന്ന ഇവനാന്നുണ്ടെങ്കിൽ എന്തോ സത്യം പറയാനോ, ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ എന്തായാലും എന്നെ വഴക്ക് പറയാന്നൊക്കെ പറയുമ്പോഴേ ഇവളാന്നുണ്ടെങ്കിൽ വഴക്ക് പറയുന്നേ പറഞ്ഞോട്ടെ, എന്തൊക്കെയാന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും അദ്ദേഹത്തിൻ്റെ മക്കളാണ്, സോ ഈ ഒരു സീക്രട്ട് മറച്ചു വെക്കാൻ അദ്ദേഹം എന്തായാലും നിന്റെ ഹെൽപ്പ് ചെയ്യും. അതുമാത്രമല്ല പിന്നെ നിനക്ക് ഒരിക്കലും വിഷമിക്കേണ്ടി വരത്തില്ല നിന്റെ അച്ഛൻ്റെ അടുത്ത് നീ കള്ളം പറഞ്ഞെന്നൊക്കെ. ഇതേക്കുന്ന ഇവനാന്നുണ്ടെങ്കിൽ ഇല്ല എനിക്ക് പേടിയാ പോച്ചെന്ന് അച്ഛൻ്റെ അടുത്ത് പറയാൻ. അതിനേക്കാളും വലിയൊരു കാര്യം എന്ന് പറയുന്നത് അമ്മ എങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിലും വലിയ പ്രശ്നമാവും. ഇതേക്കുന്ന ഇവളാന്നുണ്ടെങ്കിൽ അമ്മയുടെ കാര്യം എനിക്ക് വിട്ടു തന്നേക്ക്, നീ എന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ കുഴഞ്ഞിട്ടുണ്ട് സ്പ്രൈറ്റ്, എനിക്കറിയാം ഒരാൾക്ക് പകരം അഭിനയിക്കുന്നത് എന്തോരം കഷ്ടപ്പാടുള്ള കാര്യമാണെന്ന്, അതുകൊണ്ട് ഇത് നീ മറച്ചു വെക്കേണ്ട ആവശ്യമില്ല, നീ എന്തായാലും നിന്റെ അച്ഛൻ്റെ അടുത്ത് പോയി സംസാരിക്കേ, എനിക്ക് ഉറപ്പുണ്ട് നിന്റെ അച്ഛൻ ഇതൊക്കെ കേൾക്കുമെന്ന്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നടന്നു പോകുന്ന കാണുവാണ്. അന്നേരം നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ തൊട്ട് കുറേ ചെല്ലുന്നുണ്ട്. ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ വലിയൊരു കസേരയുടെ പോലെ കയറിയിരിക്കുകയാണ്. നമ്മുടെ സ്പ്രൈറ്റിനെ കണ്ട പാടെ തന്നെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നീ എന്താ എവിടെയെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴേ ഇവനാണെന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ ഫോളോ ചെയ്ത് വന്നതെന്ന് പറയണേ. ഇതൊക്കെ നമ്മുടെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷേ ഇവൻ്റെ കാലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ വേദനിക്കുന്നുണ്ട്. നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നീ എൻ്റെ അടുത്ത് നിന്ന് ഓടി വിളിക്കാൻ വേണ്ടിയിട്ട് വെറുതെ നിന്നെ തന്നെ നീ വേദനിപ്പിക്കല്ലേ എന്ന് പറയണേ. ഇതേക്കുന്ന ഇവനാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് അങ്ങ് പോകേണ്ടി വരുവാണ്. അന്നേരം നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ സീരിയസ് ആയിട്ട് പറയാം, ഞാൻ നിൻ്റെ അടുത്ത് വഴക്ക് ഇടാൻ വേണ്ടി വന്നതല്ലേ, നീ പിന്നെ നിൻ്റെ അച്ഛനായിട്ട് വഴക്കിട്ടോ, ഞാൻ ഇന്ന് എൻ്റെ അച്ഛൻ്റെ അടുത്ത് ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി പോണേ, സോ നിൻ്റെ വകയായിട്ട് എന്തെങ്കിലും സജഷൻ വല്ലതും ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോഴേ ഇവനാണെന്നുണ്ടെങ്കിൽ അത് നിൻ്റെ കാര്യമാണെന്ന് പറയണേ. ഇതേക്കുന്ന സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ നീ സമ്മതിച്ചോ എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. അതിന് നമ്മുടെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് നിൻ്റെ കാര്യമാണ്, അപ്പോൾ പിന്നെ നീ ആ തീരുമാനം എടുക്കണ്ടേന്ന് പറയുമ്പോഴേ ഇവനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്ര മാത്രം മതി, അറ്റ്ലീസ്റ്റ് ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ കേൾക്കാനെങ്കിലും നിൽക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോഴേ ഇവനാണെന്നുണ്ടെങ്കിൽ നിനക്ക് നാണവേ ഇല്ലേന്ന് ചോദിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് നടന്നു പോവാണ്. അന്നേരം നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിൻ്റെ കാലാന്നുണ്ടെങ്കിൽ കുറച്ച് ഐസ് വെക്കാൻ നോക്ക്, എനിക്ക് ശരിക്കും നിന്നെ പറ്റി ആലോചിച്ചിട്ട് വിഷമമുണ്ടെന്ന് പറയാണ്. എന്നിട്ട് ഇതും പറഞ്ഞിട്ട് പിന്നെയും നമ്മുടെ ഫസ്റ്റിൻ്റെ പുറകെ കിടക്കുവാണ്. ഫസ്റ്റിൻ്റെ കയ്യിലൊക്കെ താങ്ങി പിടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അന്നേരമല്ലേ ഇവനാണെന്നുണ്ടെങ്കിൽ തട്ടി മാറ്റുവാണ്. അവിടേക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടോമും സാമും വരുവാണ്. വന്ന പാടെ തന്നെ സാമാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങളുടെ കാലം എങ്ങനെയുണ്ടെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ ഇപ്പം കുഴപ്പമില്ല എന്നൊക്കെ പറയണേ. അന്നേരം നമ്മുടെ ടോമാന്നുണ്ടെങ്കിൽ മുറിവ് പറ്റിയേണ്ടവരൊക്കെ ഇവിടെ നിന്നിട്ട് വേണ്ടാത്തവർക്ക് മുറിവ് പറ്റിയത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ആര് കാരണം ഈ മുറിവൊക്കെ പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട് ഇവനാണെന്നുണ്ടെങ്കിൽ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് സാം നീ വരുന്നെങ്കിൽ മര്യാദയ്ക്ക് വരാൻ പറഞ്ഞിട്ട് അവനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോവാണ്. പിന്നെ ഇവന്മാർ അവിടെ നിന്ന് പോകാൻ വേണ്ടി ഒരുമതിയും അവിടേക്കാണെന്നുണ്ടെങ്കിൽ കോയിൻ ഡെഡ് വരുന്നുണ്ട്. ഡെഡാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സി എന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് വരുന്നത്. അന്നേരം നമ്മൾ കോയെന്നുണ്ടെങ്കിൽ നിനക്ക് നാണമില്ല സി എന്നൊക്കെ പറഞ്ഞ് വിളിക്കാൻ, അവൻ കാണുവാണ് നമ്മുടെ ടീം തോറ്റുപോയെന്നൊക്കെ പറയുമ്പോൾ ഡെഡാന്നുണ്ടെങ്കിൽ നീ വെറുതെ അവനെ മാത്രം ഇങ്ങനെ കുറ്റപ്പെടുത്താതെ എന്നൊക്കെ പറയണേ. ഇതേക്ക് ഇവനാന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, ഇവൻ കാരണം നമ്മളെല്ലാവരും തോറ്റുപോയെന്ന്. അതേക്ക് നമ്മുടെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എവിടേക്ക് പോകുന്നതെന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. അതിന് കോയെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഗെയിം കളിക്കുന്ന സ്ഥലമില്ലേ അവിടേക്ക് പോവാം, അവിടെ പോയി ഗെയിം കളിക്കാൻ വേണ്ടി പോവാണ്. അതിന് നമ്മൾ ഡെഡാന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും വരുന്നുണ്ടോ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അന്നേരം കോയെന്നുണ്ടെങ്കിൽ നിൻ്റെ അടുത്ത് പറഞ്ഞ ആവശ്യമില്ലാത്ത ആൾക്കാരെയൊന്നും വിളിക്കരുതെന്ന്, നീ ഇനി ഇങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ നിന്റെ പ്രാർത്ഥന ബുക്കെടുത്ത് ഞാൻ ഒളിപ്പിച്ച് വെക്കുമെന്നൊക്കെ പറയുമ്പോൾ ഡെഡാന്നുണ്ടെങ്കിൽ നീ വേണമെങ്കിൽ ഒളിപ്പിച്ച് വെച്ചോ, പക്ഷേ എനിക്കാന്നുണ്ടെങ്കിൽ അതിൽ ഓരോ വരി എനിക്ക് മനപ്പാടമാണെന്നൊക്കെ പറയുമ്പോൾ കോയെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ദേഷിച്ച് പോകുന്നുണ്ട്. അന്നേരം നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഡെഡിൻ്റെ അടുത്ത് താങ്ക്സ് പറയുന്നുണ്ട്, നീ എന്നെ വിളിച്ചേന്, എന്തായാലും എനിക്കിപ്പോൾ വരാൻ വേണ്ടി പറ്റത്തില്ല, അടുത്ത തവണ വരാമെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാനും ആകെപ്പാട് ടയർഡായി, ഞാനും അടുത്ത ദിവസം വരാമെന്ന് പറയുന്നത്. അന്നേരം നമ്മൾ ഡെഡാന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ ഓക്കെ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റിനെ പിടിക്കാൻ വേണ്ടി ചെല്ലുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ തട്ടി മാറ്റിയിട്ട് അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ റൂമിൽ ചെന്നതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഐസ് വെക്കാൻ വേണ്ടി പോവാണ്. അന്നേരം നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് ഇടും, ഞാൻ വെച്ചുതരാം, നിന്നെക്കൊണ്ട് ഇത് കറക്റ്റായിട്ട് വെക്കാൻ വേണ്ടി പറ്റത്തില്ല, ഞാൻ നിൻ്റെ അടുത്തൊരു കാര്യം ചോദിച്ചോട്ടെ, നമുക്ക് രണ്ടുപേർക്ക് ഫ്രണ്ട്സായിട്ട് ഇരുന്നൂടെ, അറ്റ്ലീസ്റ്റ് നിനക്ക് എൻ്റെ അടുത്ത് നൈസായിട്ടെങ്കിലും സംസാരിച്ചൂടെ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് നിൻ്റെ അടുത്ത് നൈസായിട്ട് സംസാരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. നമ്മൾ രണ്ടുപേരും ജസ്റ്റ് റൂംമേറ്റ്സ് അല്ലേ, സോ ആ ഒരു രീതി വെച്ചെങ്കിൽ നിനക്ക് എൻ്റെ അടുത്ത് നല്ല രീതിയിൽ സംസാരിച്ചൂടെ, എനിക്കറിയാം ഞാൻ ഒരുപാട് തെറ്റ് നിൻ്റെ അടുത്ത് ചെയ്തിട്ടുണ്ടെന്ന്, അതിനെല്ലാം സോറി, ഞാൻ അതൊന്നും വേണമെന്ന് വെച്ചിട്ടല്ല ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നീ നിൻ്റെ കാര്യം നോക്കി പോടാന്നുള്ള മട്ടിയിരിക്കുകയാണ്. അന്നേരം ഇവനാണെന്നുണ്ടെങ്കിൽ ഇന്ന് നൈറ്റ് പുറത്തേക്ക്
പോകേണ്ടി പോവാണ്. നിന്റെ വകയായിട്ട് എന്തെങ്കിലും സജഷൻ വല്ലതും ഉണ്ടോ എന്നാണ് ചോദിക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ കാര്യമില്ലേ, നിന്റെ കാര്യം നീ എന്താണെന്ന് വെച്ചാൽ നോക്കിക്കോളാൻ. അതൊക്കെ പോട്ടെ, ഇന്ന് നൈറ്റ് പിന്നെയും പാർട്ടിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ നിനക്ക് പറ്റുമെങ്കിൽ എന്നെ വിശ്വസിക്കുക. എനിക്കിപ്പോൾ നിന്റെ അടുത്ത് ഒന്നും പറയാൻ വേണ്ടി പറ്റത്തില്ല. പക്ഷേ ഒരു ദിവസം ഞാൻ നിന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയും. ഞാൻ പോയിട്ട് വന്നതിന് ശേഷം നിനക്ക് വേണ്ടിയിട്ട് മസാജ് ഓയിൽ വാങ്ങിച്ചോണ്ട് വരാമെന്നൊക്കെ പറയുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ നീ എന്ത് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. അതിന് ഇവനാന്നുണ്ടെങ്കിൽ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞത് നിന്നെ ഹേർട്ട് ചെയ്ത് ഞാനാണ്, അതിലെനിക്ക് ഒരുപാട് വിഷമമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പോയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ്. നമ്മുടെ ഫസ്റ്റാന്നുണ്ടെങ്കിൽ ഇവിടെ നടക്കുന്നൊന്നും ശരിയല്ലല്ലോ എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ്. ടൈം റൂമിൽ നമ്മുടെ ജാക്കാന്നുണ്ടെങ്കിൽ ആകെപ്പാട് വിഷമിച്ചിരിക്കുകയാണ്. മൈക്കാന്നുണ്ടെങ്കിൽ ഇവൻ്റെ അടുത്തേക്ക് വന്നിരിക്കുമ്പോൾ ജാക്കാന്നുണ്ടെങ്കിൽ ഞാൻ നല്ലൊരു ക്യാപ്റ്റൻ അല്ലാന്ന് തോന്നുന്നു, ഞാൻ ക്യാപ്റ്റൻ അല്ലായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ടീം എന്തായാലും വിൻ ചെയ്തേനെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മൈക്കാന്നുണ്ടെങ്കിൽ നീ എന്തിനാ അങ്ങനെയൊക്കെ തിങ്ക് ചെയ്യുന്നത്, നീ നല്ലൊരു ക്യാപ്റ്റനാണ്. അതൊക്കെ പോട്ടെ, ഞാൻ നിൻ്റെ അടുത്തൊരു കാര്യം ചോദിച്ചോട്ടെ, നീ എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ബോൾ പാസ് ചെയ്തായിരുന്നത്, നിനക്കെന്താ എൻ്റെ മേലിൽ വിശ്വാസമൊന്നും ഇല്ലേന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ നമ്മുടെ ജാക്കാന്നുണ്ടെങ്കിൽ നീ അങ്ങനെ ഓവറായിട്ടൊന്നും തിങ്ക് ചെയ്യണ്ട, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല, നിനക്ക് ടീമിന്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്നല്ലേ, അതുകൊണ്ട് അങ്ങനെയെന്നൊക്കെ പറയുമ്പോഴേ ഇവനാന്നുണ്ടെങ്കിൽ പക്ഷെ എന്തോ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ജാക്കാന്നുണ്ടെങ്കിലും മിണ്ടായിരിക്കാണ്. ഇവനിങ്ങനെ മിണ്ടായിരിക്കുന്ന കാണുമ്പോൾ മൈക്കാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്കത് തോന്നിയതായിരിക്കും, എന്നാലും കുഴപ്പമില്ല, നാളെ ആകുമ്പോഴത്തേക്ക് അതൊക്കെ മാറുമെന്ന് പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ ഒരുമാതിരി ഫീൽ ചെയ്തിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി കിടക്കുവാണ്. നേരത്തെ അല്ലേ ഇവർ തമ്മിലുള്ള മാറ്റർ എല്ലാം കഴിഞ്ഞത്, അതിൻ്റെ ഇടയ്ക്ക് വെച്ച് പിന്നെയും മണക്കത്തിലായോ. സെയിം ടൈമിയുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നേരെ വീട്ടിലേക്ക് വരുവാണ്. വന്ന പാടെ തന്നെ അച്ഛനാന്നുണ്ടെങ്കിൽ അങ്ങ് തുടങ്ങുവാണ്, നീ ഇത്രയും ദിവസം എവിടെ പോയി കിടക്കുമായിരുന്നു, ഞാനാണെന്നുണ്ടെങ്കിൽ കോച്ചിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, കോച്ച് പറഞ്ഞ് എന്താണെന്നറിയോ, നീ ആണെന്നുണ്ടെങ്കിൽ പ്രാക്ടീസിനൊന്നും വരുന്നില്ലാന്ന്, നീ പ്രാക്ടീസിനും പോകത്തില്ല വീട്ടിലേക്ക് വരത്തില്ല, പിന്നെ നീ എവിടേക്കാണ് പോകുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ അച്ഛന് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞെങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടെന്ന് പറയണേ. ഇവനാണെന്നുണ്ടെങ്കിൽ അടുത്തേക്ക് എന്നിട്ട് എനിക്ക് സിയെ പറ്റി സംസാരിക്കേണ്ടെന്ന് പറയണേ. ഇതേക്കുന്ന അച്ഛനാണെന്നുണ്ടെങ്കിൽ സിയെ പറ്റിയിട്ടോ, സിക്ക് എന്താ പറ്റിയെന്നാണ് ചോദിക്കുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ സിക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റി, അവനാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഹോസ്പിറ്റലിലാണെന്ന് പറയണേ. ഇതേക്കുന്ന അച്ഛനാണെന്നുണ്ടെങ്കിൽ സിക്ക് ആക്സിഡൻറ്റ് പറ്റിയെന്നോ, അപ്പോൾ പിന്നെയെന്ന് പറയുമ്പോഴത്തേക്കും ഇവനാണെന്നുണ്ടെങ്കിൽ സിക്ക് ആക്സിഡൻറ്റ് പറ്റിയ ആശുപത്രിയിൽ തന്നെയാണ്. സോ അവന് പകരമായിട്ട് പ്രാക്ടീസിന് പോകുന്നപ്പോൾ ഞാനാണ്, ഒരു ദിവസം എനിക്ക് രണ്ടിടത്ത് പ്രാക്ടീസിന് പോകണം, അതുകൊണ്ട് ഞാൻ ആകെപ്പാട് കൊഴിഞ്ഞുപോയി, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വീട്ടിലേക്കൊന്നും വരാത്തതെന്നൊക്കെ പറയുമ്പോൾ അച്ഛനാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ ഇപ്പോൾ സിക്ക് പകരം അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയാണ്. ഇവനാണെന്നുണ്ടെങ്കിൽ അവന് പകരം ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാത്തിനും പ്രശ്നക്കാരൻ ഞാൻ മാത്രമാണ് അച്ഛൻ എന്നൊക്കെ പറയുമ്പോൾ അച്ഛനാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത് എൻ്റെ അടുത്ത് നേരത്തെ പറയാത്തതെന്ന് ചോദിക്കുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ എന്നെ വഴക്ക് പറയുന്നുള്ള പേടി എനിക്കുണ്ടായിരുന്നു, അതേപോലെ തന്നെ അമ്മയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ അടുത്ത് പറയാൻ പാടില്ലാന്ന്, അതേപോലെ തന്നെ അമ്മയുടെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് പേടിയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അച്ഛനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സിക്ക് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. അതിന് ഇവനാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയാണ്, അച്ഛന് പറ്റുമെന്നുണ്ടെങ്കിൽ അച്ഛനൊന്ന് പോയിച്ചെന്ന് കാണാൻ പറയണേ. അച്ഛനാണെന്നുണ്ടെങ്കിൽ നിൻ്റെ അമ്മ എന്തൊക്കെയാണോ ചിന്തിച്ചു കൂട്ടുന്നത് എനിക്കൊന്നും അറിയത്തില്ല, എന്നെ അറിയിക്കാനുള്ളതെന്നൊക്കെ പറഞ്ഞ് അച്ഛൻ ഇരിക്കുകയാണ്. അന്നേരം ഇവനാണെന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ ഓക്കെ ഞാൻ എന്തായാലും പോട്ടെ, എനിക്കാണെന്നുണ്ടെങ്കിൽ നാളെ രാവിലെ തന്നെ പ്രാക്ടീസ് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അച്ഛനാണെന്നുണ്ടെങ്കിൽ നീ അങ്ങനെയൊന്നും വീട്ടിൽ വരുന്നതല്ലല്ലോ, ഇന്നത്തെ രാത്രി നീ ഇവിടെ തന്നെ അങ്ങ് സ്റ്റേ ചെയ്യാൻ വേണ്ടി പറയാണ്. അങ്ങനെ അന്നത്തെ രാത്രി അവനാണെന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യാണ്. പിറ്റേ ദിവസമാണ് നമ്മൾ സ്പ്രൈറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അച്ഛൻ കൊണ്ടാക്കാണ്ടി വരുവാണ്. പുറത്തേക്ക് ഇറങ്ങി വന്ന പോലെ തന്നെ അച്ഛനാണെന്നുണ്ടെങ്കിൽ നാളെ നീ പ്രാക്ടീസിന് പോകണ്ട, നിന്നെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാന്നൊക്കെ പറയാണ്. ഇതേക്കും ഇവനാണെന്നുണ്ടെങ്കിൽ ഏത് സ്ഥലത്തേക്ക് അതൊന്നും ഇപ്പോൾ പറയാൻ വേണ്ടി പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛനാണെന്നുണ്ടെങ്കിൽ അവനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട്. വന്ന് നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ബോളൊക്കെ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനെന്നുണ്ടെങ്കിൽ അടുത്തേക്ക് വന്നിരുന്നിട്ട് നീ ഇപ്പോൾ എന്തോ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴേ നമ്മുടെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവൻ്റെ ഒരു നോട്ടം നോക്കുന്നുണ്ട്. അന്നേരം നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവനെന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നതെന്ന് അന്നേരമാണ് അവനെ ഓർമ്മ വരുന്നത്. നൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇവനാണെന്നുണ്ടെങ്കിൽ മസാജിങ് ഓയിലൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന്. അത് പാലിച്ചിട്ട് ഇവനാണെന്നുണ്ടെങ്കിൽ അയ്യോ സോറി, ഇന്നലെ നൈറ്റ് തന്നെ ഞാൻ വരണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് വരാൻ വേണ്ടി പറ്റിയില്ല, ഇപ്പോൾ താണ്ട് നോക്കി മോർണിംഗ് ആയി, അത് മാത്രമല്ല നിനക്ക് വേണ്ടിയിട്ടുള്ള ഞാൻ ഓയിലൊന്നും വാങ്ങിച്ചിട്ട് വന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ദേഷ്യപ്പെട്ടിട്ട് അവൻ്റെ കയ്യിലുള്ള ബോളാണെന്നുണ്ടെങ്കിൽ ഇവൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. ഇവനാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അവിടേക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാമും ഡെഡ് വരുന്നുണ്ട്. രണ്ടുപേരും വന്ന പാടെ തന്നെ സി ഫുഡ് കഴിക്കാൻ വേണ്ടി വരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതിന് നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ സാം ഫാസ്റ്റിൻ്റെ ദേഷ്യം മാറ്റണമെങ്കിൽ ഞാൻ എന്തോ ചെയ്യണമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സാം ആണെന്നുണ്ടെങ്കിൽ ഫാസ്റ്റിനും നിനക്കും ഇടയ്ക്ക് എന്താന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴത്തേക്ക് ഇവനാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, ഞങ്ങൾ ജസ്റ്റ് ടീംമേറ്റ് അല്ലേ, അപ്പോൾ പിന്നെ അവൻ്റെ ദേഷ്യം മാറ്റണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ചോദിച്ചതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഡെഡാണെന്നുണ്ടെങ്കിൽ പ്രാർത്ഥന ആരംഭിക്കാൻ വേണ്ടി പോവാണ്. ഇത് കേൾക്കുന്ന ഇവനാണെന്നുണ്ടെങ്കിൽ വാസം നമുക്ക് വെച്ചൊന്ന് ഫുഡ് കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഡെഡിനെ അവിടെ ഇരുത്തിയിട്ട് അങ്ങ് പോവാണ്. അങ്ങനെ അതിനൊക്കെ ശേഷം സ്പ്രൈറ്റും തന്നും കൂടി ചേർന്നിട്ട് ഈ പഞ്ച് എന്ന ബാഗില്ലേ അതാണെന്നുണ്ടെങ്കിൽ വലിച്ച് ഒരു സൈഡിലേക്ക് കൊണ്ടുവയ്ക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരെ കൊണ്ടും പറ്റുന്നില്ല, രണ്ടുപേരും ഫൈനലി ഒരിടത്തേക്ക് ഇരിക്കുകയാണ്. അന്നേരം നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല അച്ഛനെ എന്നെ എങ്ങോട്ടേക്കാണ് കൂട്ടിക്കൊണ്ട് പോകുന്നതെന്ന്, പക്ഷെ നമ്മുടെ തന്നാന്നുണ്ടെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്തേ സ്പ്രൈറ്റ് എനിക്ക് വേണ്ടിയിട്ട് ഒരു ഹെൽപ്പ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയാണ്. എന്ത് ഹെൽപ്പാണ് വേണ്ടുന്നതെന്ന് ഇവൻ ചോദിക്കുമ്പോൾ അതോ സാമിനെ ഒന്ന് നീ പുറത്തേക്ക് കൂട്ടിക്കൊണ്ട് വരുമെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നിൻ്റെ അവൻ്റെ നമ്പർ ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ നീ തന്നെ അങ്ങ് വിളിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ ഓക്കെ എന്ന് പറയുന്നത്. അങ്ങനെ രണ്ട് അവന്മാരും കൂടി ചേർന്നിട്ട് അതെങ്ങനെയൊക്കെയോ വലിച്ചൊരു സൈഡിൽ കൊണ്ടുവയ്ക്കുമ്പോഴേക്കും അവിടേക്കാണെന്നുണ്ടെങ്കിൽ പൂയിട്ടും വരുന്നുണ്ട്. ആക്ച്വലി ഇവരുടെ അടുത്തും കൂടി അത് ചെയ്യാൻ വേണ്ടി പറഞ്ഞാണ്, പക്ഷേ രണ്ടുപേരും കൂടിയിട്ട് ഇവന്മാരെ പറ്റിച്ചാൻ തോന്നുന്നു. അവന്മാരാണെന്നുണ്ടെങ്കിൽ ലേറ്റ് ആയിട്ടാണ് വന്നത്. തന്നെ സ്പ്രൈറ്റും അതിൻ്റെ പരാതി പറയുന്നുണ്ട്. അതിനുശേഷം എല്ലാവർക്കും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്ന പറയാണ്. അപ്പോൾ നമ്മുടെ തന്നാന്നുണ്ടെങ്കിൽ സ്പ്രൈറ്റിൻ്റെ അടുത്ത് സ്പ്രൈറ്റ് നീയാണെന്നുണ്ടെങ്കിൽ അമ്പലത്തിൽ പോകുന്നത് നല്ലതായിരിക്കും എന്ന് പറയാണ്. ഇതേക്കുന്ന
ഇവനാന്നുണ്ടെങ്കിൽ നീ പറഞ്ഞത് ശരിയാ, കുറച്ച് നാളായിട്ട് എൻ്റെ ലൈഫ് അത്ര നല്ല സ്മൂത്ത് ആയിട്ടൊന്നും അല്ല പോകുന്നത്. ഈവൻ എൻ്റെ അച്ഛൻ എങ്ങോട്ടേക്കാണ് കൂട്ടിക്കൊണ്ട് പോകുന്നതെന്ന് പോലും എനിക്ക് അറിയത്തില്ല എന്ന് പറയാണ്. അതിനുശേഷം കാണിക്കുന്നത് അച്ഛനും ഇവനും കൂടി നേരെ വരുന്ന ഹോസ്പിറ്റലിലേക്കാണ്. നമ്മുടെ സ്പ്രൈറ്റാന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുന്നില്ല. അച്ഛനാന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പറയുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങത്തില്ല, എനിക്ക് പേടിയാണ്, അമ്മ എന്നെ വഴക്ക് പറയുന്നൊക്കെ പറയുമ്പോൾ അച്ഛനാന്നുണ്ടെങ്കിൽ സിയെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ അറിയാനുള്ള അവകാശം എനിക്കും കൂടി ഉണ്ട്. സോ ഇത് നീ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല, നീ ഇറങ്ങുന്നൊക്കെ പറഞ്ഞിട്ട് ഇവരാന്നുണ്ടെങ്കിൽ അകത്തേക്ക് വരുവാണ്. ഇവരെ കണ്ടപാടെ തന്നെ അമ്മയാന്നുണ്ടെങ്കിൽ വഴക്ക് പറയാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്. എന്തിനാ സ്പ്രൈറ്റ് ഇത് ബാക്കിയുള്ളവരടുത്ത് പോയിച്ചെന്ന് പറഞ്ഞെന്നൊക്കെ ചോദിക്കുമ്പോഴേ ഇവനാന്നുണ്ടെങ്കിലും മിണ്ടാതിരിക്കുകയാണ്. ഇത് കാണുന്ന അച്ഛനാന്നുണ്ടെങ്കിൽ ഇത്രയധികം ഇഞ്ചോർഡ് ആയിട്ട് കിടക്കും എൻ്റെ മകനെ, എന്നിട്ട് നിനക്ക് ഇത് എൻ്റെ അടുത്ത് വിളിച്ച് പറയണമെന്ന് വല്ലതും തോന്നിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മയാന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചത് എൻ്റെ മോന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ടൈം ബാക്കി വയ്ക്കാൻ കാണത്തില്ല എന്ന്. ഇതേക്കുന്ന അച്ഛനാന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഞാൻ അറിയണ്ടേ, സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും സിയെ പോലെ അഭിനയിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അമ്മയാന്നുണ്ടെങ്കിൽ അത് സ്പ്രൈറ്റിൻ്റെ കാര്യമില്ലേ, സ്പ്രൈറ്റിനെ അറിയാതൊക്കെ നോക്കാണെന്നൊക്കെ പറയുമ്പോൾ അച്ഛനാന്നുണ്ടെങ്കിൽ പക്ഷേ സിയെ പോലെ അങ്ങനെ വോളിബോൾ കളിക്കാനൊന്നും സ്പ്രൈറ്റിന് അറിയത്തില്ല എന്ന് പറയണേ. ഇതേക്കുമ്പോൾ അടുത്ത അമ്മ പറയാൻ വേണ്ടി വരുമ്പോഴത്തേക്കും നമ്മുടെ സിയാന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ദയവ് ഇത് മിണ്ടായിരിക്കും, ഇനി അമ്മ സംസാരിക്കാന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് എൻ്റെ അച്ഛൻ്റെ കൂടെ പോകും, എനിക്ക് സ്പ്രൈറ്റിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പറയാണ്. അങ്ങനെ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങുവാണ്. നമ്മുടെ സ്പ്രൈറ്റിൻ്റെ അടുത്ത് എന്താണ് സി സംസാരിച്ച കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇവിടെ തന്നാന്നുണ്ടെങ്കിൽ സാമിന് വേണ്ടിയിട്ട് ഒരു കഫേയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവനാന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുന്നുണ്ട്, സാം നീ എവിടെയാണ്, നീ കഫേയിലോട്ട് വരുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. ഇവനാന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനാ നിന്നെ വന്ന് കാണുന്നത്, നമ്മൾ അത്രയ്ക്കൊന്നും ക്ലോസ് അല്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴേ നമ്മുടെ തന്നാന്നുണ്ടെങ്കിൽ എനിക്ക് സിയെ പറ്റി സംസാരിക്കാനുണ്ടെന്ന് പറയണേ. ഇതേക്കുന്ന ഇവനാന്നുണ്ടെങ്കിൽ സിയെ പറ്റി സംസാരിക്കാനാണോ, നീയും ഞാനും ക്ലോസ് അല്ലെങ്കിൽ പോലും ഞാനും സിയും ക്ലോസ് ആണ്, എന്നാൽ പിന്നെ ഓക്കെ ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഏത് കഫേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇവനാന്നുണ്ടെങ്കിൽ കഫേയിലേക്ക് വരുന്നുണ്ട്. വന്ന പടത്തിന് നമ്മുടെ തന്നാന്നുണ്ടെങ്കിൽ ഇവനെ തന്നെ ഇങ്ങനെ കണ്ണെടുക്കാതെ നോക്കിയിരിക്കുകയാണ്. ഇത് കാണുന്ന സാമാന്നുണ്ടെങ്കിൽ നിനക്ക് എന്താ എൻ്റെ അടുത്ത് സിയെ പറ്റി പറയാനുള്ളതെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ നീ എന്തോ എപ്പോൾ നോക്കിയാലും ഇങ്ങനെ സിയെ പറ്റി മാത്രം ഇങ്ങനെ പറയുന്നത് ചോദിക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലേ എനിക്കാന്നുണ്ടെങ്കിൽ സിയെ ഇഷ്ടമാണെന്ന്. ഇത് കേൾക്കുന്ന തന്നാന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോളാം എന്ന് പറയണേ. ഇത് കേൾക്കുന്ന നമ്മുടെ സാമാന്നുണ്ടെങ്കിൽ എന്തോന്ന്, അതാ ഞാൻ വെയിറ്റ് ചെയ്തോളാം, നീ അവനെ ലവ് ചെയ്യുന്ന സ്റ്റോപ്പ് ചെയ്തിട്ട് നീ എന്നെ ഇഷ്ടപ്പെടുന്നവരെ എന്നൊക്കെ പറയുമ്പോഴേ ഇവനാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് നീ ശ്രദ്ധിച്ച് കേട്ടോ, എനിക്ക് ഒരിക്കലും നിന്നെ ഇഷ്ടമല്ല എന്ന് പറയുന്നത്. അദ്ദേഹം ഇവനാന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് ഒരു ദിവസം നീ എന്നെ ഇഷ്ടപ്പെടുമെന്ന്. അങ്ങനെ അതും പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ സ്പ്രൈറ്റിൻ്റെ അടുത്ത് നിന്ന് കോള് വരുന്നുണ്ട് തന്നിന്. കോൾ അറ്റൻഡ് ചെയ്ത പടത്തിന് ഇനിയിപ്പോൾ ഞാൻ എന്തോ ചെയ്യടാ, സി എൻ്റെ അടുത്ത് പറയുന്നത് അവനെ പോലെ തന്നെ അങ്ങ് അഭിനയിക്കാനെന്നൊക്കെ. അങ്ങനെ രണ്ടുപേരും കൂടി തമ്മിൽ മീറ്റ് ചെയ്യാണ്. സി പറഞ്ഞേക്കുന്നത് അവനെ പോലെ തന്നെ അഭിനയിക്കണമെന്നാ, ഞാനിപ്പോൾ എന്തോ ചെയ്യും, അവനിനി റിക്കവർ ആവുന്നവരെ ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കേണ്ടി വരത്തില്ലേ എന്നൊക്കെ പറയുമ്പോഴേ തന്നാന്നുണ്ടെങ്കിൽ നിന്റെ അവസ്ഥ ഒരു വല്ലാത്ത അവസ്ഥ തന്നെയാണ്, നീ ഇനി എത്ര കാലം ഇങ്ങനെ അഭിനയിക്കണം. സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അവനാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും പറയുകയും ചെയ്ത് അവന് ഇനി ഒരു മാറ്റം ഉണ്ടാവുന്നവരെ ഞാൻ തന്നെ ഇങ്ങനെ അഭിനയിക്കണമെന്ന്. ഒരു പക്ഷേ അവൻ എൻ്റെ അടുത്ത് ദേഷ്യം ഉള്ളത് കൊണ്ടായിരിക്കും എന്നൊക്കെ. എന്നാൽ നമ്മുടെ തന്നാന്നുണ്ടെങ്കിൽ പക്ഷേ കോച്ച് നിന്നെ വെറുതെ വിടുമെന്ന് തോന്നില്ല, നീ എന്തായാലും ഇത് ലോസ് ചെയ്തില്ലേ എന്നൊക്കെ പറയുമ്പോഴേ ഇവനാന്നുണ്ടെങ്കിൽ അതൊന്നും കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് നീയെങ്കിലും ജയിച്ചില്ലേ, അതിൻ്റെ സന്തോഷമെങ്കിലും കോച്ചിന് കാണുമെന്നൊക്കെ പറയണേ. ഇതേക്കുന്ന തന്നാന്നുണ്ടെങ്കിൽ എന്തായാലും ശരി തന്നെ, ഇനിയിപ്പോൾ നീ എന്തായാലും സിയെ പോലെ അഭിനയിച്ചേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുഴപ്പമൊന്നുമില്ല, ഫസ്റ്റ് ഏകദേശം എൻ്റെ അടുത്ത് സംസാരിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്തെന്ന് പറയണേ. ഇതേക്കുന്ന തന്നാന്നുണ്ടെങ്കിൽ അവൻ നിൻ്റെ അടുത്ത് സംസാരിക്കാൻ സ്റ്റാർട്ട് ചെയ്തെന്നോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ അവൻ്റെ ഹാർട്ട് വിൻ ചെയ്യാൻ വേണ്ടി തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കുമ്പോഴേ ഇവനാന്നുണ്ടെങ്കിൽ ആണെന്നുള്ള മറ്റ് തലയാട്ടമാണ്. സോ ഈ ഒരു മൂമെൻറ്റോട് കൂടി തന്നെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ തീരാണ്. അപ്പോൾ ഓക്കെ ബേബ്സ്, ടാറ്റാ, ബൈ ബൈ.